ഡോക്ടർ മറ്റൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പി ഇട്ട് കഴിഞ്ഞു, കമ്പി എടുത്തു, അതിനുശേഷം റീറ്റെയിനേഴ്സ് ഇടേണ്ടത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണോ? റീറ്റെയിനേഴ്സ് ഇട്ടില്ലെങ്കിൽ അത് പഴയതുപോലെ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടോ? റീറ്റെയിനേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ എത്ര വർഷത്തേക്ക് ഇടേണ്ടി വരും? റീറ്റെയിനേഴ്സ് നിർബന്ധമായിട്ടും ഒരു 3 or 4 years ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പല്ലിൻ്റെ റിലാപ്സ് വരാൻ പല കാരണങ്ങളാണുള്ളൂ. ഒന്നുകിൽ ഫേഷ്യൽ ഗ്രോത്ത് ഓൺഗോയിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ മസിൽസിൻ്റെ പ്രവർത്തനം കൊണ്ട്, അല്ലെങ്കിൽ കീഴ്ത്താടി താടികളുടെ വളർച്ച കൊണ്ട്, അല്ലെങ്കിൽ തേർഡ് മാസ് എറപ്ഷൻ കൊണ്ട്. അങ്ങനെ ഈ പെരിഡോണൽ ഫൈബേഴ്സ്, മോണകളുടെ പേശികളുടെ ഫൈബേഴ്സ്, പെരിഡോണൽ ഫൈബേഴ്സ് അതിൻ്റെ അത് ഇലാസ്റ്റിക് പോലെയാണ്, അത് തിരിച്ച് വരുന്ന അതിൻ്റെ ഫൈബ്രോ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാരണം പല കാരണങ്ങളാണ് റിലാപ്സ് വരാൻ കാരണം. ഇതൊട്ടും ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യമല്ല, അത് ഓർത്തോ ട്രീറ്റ്മെൻറ്റ് സീക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമല്ല. റിലാപ്സ് മേൾത്താടി ഹോളീസ് റിട്ടൈനേഴ്സ് ട്രീറ്റ്മെൻറ്റ് ശേഷം ഹോളീസ് റിട്ടൈനർ, കീഴ്ത്താടിയിൽ FLR അഥവാ ഫിക്സഡ് ലിംഗുഡ് റിട്ടൈനേഴ്സ് ഞങ്ങൾ ഓർത്തോൺസ് ഇട്ട് തരും. അത് നിർബന്ധമായിട്ട് പേഷ്യൻ്റ് 3-4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുഴപ്പം കൂടെ ഉപയോഗിച്ചാൽ ഒരു ഭയം പേടിക്കേണ്ട. പല്ലും മുഖം അതേ പടിയിൽ ജീവിതാവസാനം വരെ നിലനിൽക്കുന്ന കൊള്ളുന്നത് തന്നെയാണ്. എത്ര പല്ലുകളാണ് നമ്മൾ പറിക്കുന്നത് ഒരു ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? എല്ലാ കേസസിലും നമ്മൾ പല്ല് പറിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ഡൗട്ട്സ് ഉള്ളത്. പല്ല് പറിക്കുക എന്നുള്ളത് ഓർത്തോൺ ട്രീറ്റ്മെൻ്റ് ആയിട്ട് എല്ലാ കേസുകളും പല്ല് പറിക്കേണ്ടതായിട്ടില്ല. വളരെ കുറച്ച് മാത്രം ഗ്യാപ്പും വളരെ കുറച്ച് മാത്രം പൊങ്ങലുള്ളെങ്കിൽ പല്ല് പറിക്കാണ്ട് തന്നെ ആ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായി കഴിയാവുന്നതാണ്. പക്ഷെ ചിലപ്പോൾ വല്ലാണ്ട് പല്ല് മുഖം ഊന്നിയിട്ടാണ് അത് ഉള്ളിലേക്ക് വലിച്ച് ഉണ്ടാക്കാൻ സ്ഥലമില്ല, തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് ചില കേസ് പല്ല് പറിക്കണം. മറ്റൊരു ഡൗട്ടുള്ളത്, പേഷ്യൻസ് ചോദിക്കുന്നത്, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പല്ല് പറിക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നമ്മൾ റബ്ബർ ബാൻഡ് ഇടുന്നുണ്ട്, അതെന്താണ് അങ്ങനെ ഇടുന്നത്? അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. പല്ല് പറിച്ച ഭാഗത്താണ് റബ്ബർ ബാൻഡ് ഇടേണ്ടത്. പല്ല് പറിക്കുന്ന ആ ഭാഗത്ത്, പല്ല് ഊന്നിക്കുന്ന ആ ഭാഗം ഉള്ളിലേക്ക് വലിച്ച് ഭംഗിയാക്കാൻ വേണ്ടി ആ ഭാഗത്ത് പല്ല് പറിക്കുന്നത്. അത് റബ്ബർ ബാൻഡ് ഇടുന്ന ആ പല്ല് പറിച്ച ഭാഗത്തേക്ക് മാത്രം ഉള്ളിലേക്ക് വലിച്ച് ഭംഗിയാക്കുക, അതുകൊണ്ടാണ് ആ ഭാഗത്ത് മാത്രം റബ്ബർ ബാൻഡ് ഇടുന്നത്. മറ്റൊരു ചോദ്യം, എൻ്റെ ടീത്തിൻ്റെ ഫ്രണ്ടിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്, താഴത്തെ ടീത്ത് വളരെ നിരയിൽ തന്നെയാണുള്ളത്, ബ്രേസസ് ഇടാൻ പോവുകയാണ്, മുകളിൽ മാത്രമേ ബ്രേസസ് ഇടുന്നുള്ളൂ, അപ്പോൾ 2 ടീത്ത് മാത്രം പറിച്ചാൽ പോരെ എന്നുള്ളതാണ്. മുകളിൽ മാത്രം ബ്രേസസ് ഇടുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഓർത്തോഡോണ്ടിക്സ് ഇല്ല. തീർച്ചയായിട്ടും കീഴ്ത്താടിയിൽ അല്ല നല്ല നേരത്ത് നല്ല രീതിയിലാണെങ്കിലും മേലത്തെ താഴത്തെ താടിയിൽ തീർച്ചയായിട്ടും ബ്രേസ് എടുക്കുക തന്നെ ചെയ്യും. മേൽത്താടിയുടെ ടൂത്തിന് മൂവ്മെൻറ്റ്സ് അയച്ച് കീഴ്ത്താടിയുടെ പല്ലിന് മൂവ്മെൻറ്റ്സ് അതേ ക്വാളിറ്റി അറേഞ്ച്മെൻറ്റ് ആകണമെന്നില്ല. അതുകൊണ്ട് കീഴ്ത്താടിയിൽ ബ്രേസ് ഇടാത്ത ട്രീറ്റ്മെൻറ്റ് ഓർത്തോഡോണ്ടിക്സിൽ ഇല്ല.